മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിനായി അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. മാത്യു കുഴൽനാടൻ MLA വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. നഗരസഭയും ഏജൻസിയും ചേർന്നാണ് മൂവാറ്റുപുഴ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി വാഹന സൗകര്യമൊരുക്കിയത്. പരിപാടിയിൽ MLA മാത്യു കുഴൽനാടൻ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മളെ സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന ബസ് സ്കൂളിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാൻ അല്ലെങ്കിൽ ഒരു യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് ഈ കുരിയമ്മലയിലേക്ക് വന്നപ്പോൾ നോക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നല്ലൊരു മികച്ച വെൽനസ് സെൻറ്റർ, ഒരു മികച്ച ടർഫ് കോർട്ട്, അതിനുശേഷം ബസ് സ്കൂളിന് പുതിയ വണ്ടി. സ്വാഭാവികമായിട്ടും ഈ പ്രദേശത്ത് നിന്നും PP എൽദോസ് ചെയർമാനും കൗൺസിലും ഒക്കെ എതിർക്കാനും ഇരുന്നതിൻ്റെ വലിയൊരു മാറ്റം നമുക്ക് ഈ കുരിയമ്മല ഒരുപക്ഷെ നഗരസഭയിലെ ഏറ്റവും പ്രയാസം പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും റൂറലായിട്ട് നിന്ന ഒരു പ്രദേശമാണ്. അതിന് ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞത് ഒരു വലിയ നേട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും ഓരോ സൗകര്യങ്ങളും ഒന്നിനൊന്നും മെച്ചമായി വരുമ്പോൾ ഈ പ്രദേശത്തിൻ്റെ വികസനവും വളർച്ചയും കാണുമ്പോഴുള്ള വലിയ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ കുട്ടികൾക്ക് നമുക്ക് ഈ വാഹനം ഏർപ്പെടുത്താൻ കഴിഞ്ഞതിനുള്ള അഭിമാനം ഈ നാടിന് വേണ്ടി നാട്ടുകാരോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് നഗരസഭയുടെ പ്രവർത്തനങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം അറിയിക്കുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ 1 മാസത്തിനുള്ളിൽ ഒരുക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അറിയിച്ചു. മുൻ ചെയർമാൻ PP എൽദോസ്, വാർഡ് കൗൺസിലർ ഷെർലി പൗലോസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജിത P, അസം ബീഗം, ജിനു ആന്റണി എന്നിവരടക്കം കൗൺസിലർമാരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ രുചിയും മണവും ഇനി നിങ്ങളിലേക്കും.